ഹായ് ഫ്രണ്ട്സ്, ഗായത്രി അരുൺ. ആ നടിയെപ്പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അത് പ്രമുഖ സീരിയൽ നടിയാണെങ്കിൽ ഗായത്രി അരുൺ പറഞ്ഞിരുന്നാൽ പോലും നമ്മൾ അറിയപ്പെടുന്ന ദീപ്തി IPS, പരസ്പരത്തിലെ ദീപ്തി IPS. ആ സീരിയൽ കൊണ്ട് ആ നടിക്ക് ശരിക്കും ആ നടിയുടെ പേര് തന്നെ ആൾക്കാർക്ക് അധികം അറിയുന്നത് ദീപ്തി IPS എന്നുള്ള ആ പേര് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും പറയാനല്ല വന്നപ്പോൾ ആ സീരിയൽ നടി ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സെപ്റ്റംബർ 2020 സെപ്റ്റംബർ 3 ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു പ്രമുഖ നടി അല്ലെങ്കിൽ നടന്മാരൊക്കെ ഒരു രീതിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ നമ്മളെ വിശ്വസിച്ച് മെയിനായിട്ട് പരസ്യങ്ങളിലൊക്കെ നടന്മാരുടെയൊക്കെ രീതി കാണുമ്പോൾ നമ്മളാണെങ്കിൽ ഓൾറെഡി അട്രാക്റ്റ് ആവും. ഇങ്ങനെ അട്രാക്റ്റായി ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ്, അതായത് MA സൈക്കോളജി. MA സൈക്കോളജി ഒരു മനഃശാസ്ത്രപരമായി അതിലേക്ക് ഒരുപാട് കുട്ടികൾ പണം കൊണ്ട് അടച്ചു. അത് പിന്നീട് വന്നപ്പോൾ ഭയങ്കര ഒരു തട്ടിപ്പാണ്. കാരണം ഈ തട്ടിപ്പാണ്. ഇപ്പോൾ മെയിനായിട്ട് ഈ ഗായത്രി അരുണിനെ എന്നൊരു നടിയെ കണ്ടുകൊണ്ട് നമ്മളാ ചിലപ്പോൾ ആ ദീപ്തി IPS അത് സത്യസന്ധമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ കണ്ടുകൊണ്ടായിരിക്കാം, പ്രമുഖമായിട്ട് സീരിയൽ നടി ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ പോയി പണം അടച്ച് തട്ടിപ്പിനിരയായി. അപ്പം എന്താണ് അതിൻ്റെ വിശദീകരണമെന്ന് നമ്മൾ ഗായത്രി അരുൺ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. വളരെ പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്റെ ഫോട്ടോ ആണ് എന്റെ അനുവാദമില്ലാതെ ഇവർ ബിസിനസിന്റെ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ബിസിനസ് വാട്സപ്പിലൊക്കെ ഇവർ എന്റെ പിക്ചറാണ് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എന്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒപ്പം എൻ്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാം എന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ഒരുപാട് വിദ്യാർത്ഥികൾ പണം അടയ്ക്കുകയും അനുവാദമില്ലാതെ ഫോട്ടോ ഉപയോഗിക്കുകയും ചെയ്തു. ഫോട്ടോ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. പല പ്രമുഖ നടന്മാരുടെയൊക്കെ ഷാരൂഖ് ഖാൻ്റെയൊക്കെ ഒരു പടമൊക്കെ ആണെങ്കിൽ പോലും അവർ ഉദ്ഘാടനം ചെയ്തു പോയി, അവർ പോയി. പിന്നെ അവരുടെ അനുമതിയോട് കൂടെ വേണം ഈ ചിത്രങ്ങൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെയൊക്കെ അനുമതിയോടുകൂടി വേണം പിന്നീടുള്ള കാര്യങ്ങൾ അറിയാവുന്നത്. അതിനും ഈ ഉദ്ഘാടനം ചെയ്യാൻ വന്നു, ഉദ്ഘാടനം ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങിയവർ പോയി. അതിനുശേഷം അവർ ചിത്രം ഉപയോഗിക്കണമെങ്കിൽ അനുവാദം വേണം, പിന്നെ പ്രത്യേകിച്ച് പേയ്മെൻറ്റും വേണം. ഇതൊന്നും ഗായത്രി അരുൺ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ഫോട്ടോ ഉപയോഗിച്ച് ഇവർ തട്ടിപ്പിന് വേണ്ടി യൂസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി അത് വളരെ വളരെ കുറ്റകരമായ കാര്യമാണ്. ബട്ട് ഇതിനു മുമ്പ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, എന്നാൽ മുസ്ലിം ഫോറസ്റ്റോ എന്തൊരു അന്ന് ശ്വേതാമേനോൻ ഇതിനൊരു കേസ് കൊടുത്താണ്. കാരണം ഒരു കാറിലെങ്ങാണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയം എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ അതങ്ങനെ വലിയ രീതിയിൽ പതിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരസ്യ കമ്പനികൾക്കെതിരെ കേസ് കൊടുത്ത എന്തോ ആ ചിത്രത്തിൻ്റെ പൈഭാഗങ്ങൾ കട്ട് ചെയ്തു. അന്ന് ഭയങ്കര വാർത്തയായതായിരുന്നു അന്ന്. അപ്പം അതേ ഒരു മെയിൻ സംഭവമാണ് ഇപ്പോൾ ഇവർ ചെയ്തത്. പക്ഷെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ഒരു തട്ടിപ്പിനായിട്ട് വലിയ രീതിയിൽ ഇവരുടെയൊക്കെ ഒരു ചിത്രം വെച്ച് ഉപയോഗിക്കപ്പെട്ടു. അത് വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും മറ്റു കുട്ടികളെ പോലെ തന്നെ, അതേ രീതിയിലാണെങ്കിലും കുട്ടികളെ പോലെ തന്നെ ബാധിച്ച് ഗായത്രി അരുൺ തന്നെയാണ് ബാധിച്ചത്. ഗായത്രി അരുൺ അത് ബാധിച്ചു. അതുകൊണ്ട് അവർ കേസ് എടുത്തു. ഒരു പൊളിറ്റിക്കൽ MLA, അതിൻ്റെ പേര് എന്നാണെന്നറിയില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ കണ്ടൻറ്റായിട്ട് എടുക്കാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അഭിജിത്ത് എന്ന് പറഞ്ഞ ഹലോ ഗൈസ്, അന്ന് ഓൺലൈൻ തട്ടിപ്പിനെതിരെ ഇൻഫ്ലുവൻസർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓൺലൈൻ തട്ടിപ്പുകൾ സൂപ്പി അതുപോലെ കുറേ തട്ടിപ്പുകളെ കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുപോകാൻ പ്രധാന പങ്ക് വെച്ച് അത് നിർത്തലാക്കാനും പ്രധാന പങ്ക് വെച്ച് കേരളത്തിൽ ഒരു ഇൻഫ്ലുവൻസറാണ് അഭിജിത്ത് എന്ന് പറഞ്ഞ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീഡിയോ കാണാനിടയായി. അപ്പോൾ പുള്ളിയുടെ വീഡിയോയിനകത്തും ഇത് പറയുന്നുണ്ട്. കൊച്ചിയിലെങ്ങാണ്ട് ഉള്ള ഒരു തുടങ്ങിയേക്കണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവരിതിപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ MA സൈക്കോളജി. MA സൈക്കോളജി ഓൺലൈനായിട്ട് പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അത് പണ്ട് നിരോധിച്ച സംഭവമാണ്. 2024 നിരോധിച്ച
സംഭവമാണ് ഈ ഓൺലൈനായിട്ടുള്ള. ഇത് ഒരിക്കലും പ്രോത്സാഹിക്കാൻ പറ്റില്ല ഈ ഓൺലൈനിലുള്ള. ഇപ്പോൾ MBBS ഒക്കെ ആണെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? അതുപോലെ തന്നെയാണ് MA സൈക്കോളജി, മനഃശാസ്ത്രപരമായിട്ട് അതിങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കേണ്ട കാര്യമല്ല. നമ്മളത് പോയി കിടന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അത് ചികിത്സയുടെ ഭാഗമായിട്ട് വരും. അപ്പോൾ അത് നമുക്കത് ഓൺലൈനായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അവിടെയാണ് പലർക്കും പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു നടി, ഒരു പ്രമുഖ നടി മാതാപിതാക്കളെ കൊണ്ട് കാശ് കൊടുത്തപ്പെട്ടു. ഇനി ഇവർ ഇതിനുള്ള ഇരയായൊരു പയ്യനുണ്ട്. അത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരയായത്. അത് അഭിജിത്ത്, ഈ പറഞ്ഞ അഭിജിത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത ആ ഒരു ഇരയായിട്ടുള്ളൊരു പയ്യൻ, അത് തട്ടിപ്പിന് ഇരയായൊരു പയ്യൻ, ആ പയ്യൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. എല്ലാവരും ആഡ് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങി. പിന്നെ ഒക്കെ പേയ്മെന്റ് ചെയ്തേക്കുന്നത് ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിനൊക്കെയുള്ളാണ് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തേക്കുന്നത്. ഒരു 10 രൂപ അടുത്ത് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കോഴ്സിന്റെ ഫീ ആയിട്ട് വാങ്ങിച്ചേക്കെന്ന് വെച്ചാൽ ചിലവരുടെ 40 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ചിലവരുടെ 39 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഒക്ടോബർ 15 വരെ മാക്സിമം അഡ്മിഷൻ എടുത്ത് കൂട്ടി. ശേഷം ഒക്ടോബർ 15 ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോ UGC കോഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. UGC പറഞ്ഞു ഓൺലൈനായിട്ട് MSc സൈക്കോളജി കോഴ്സ് പഠിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ UGC കോഴ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോഴേക്കും പിന്നീട് ഇവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഇവരെ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ പല നമ്പറുകളും സ്വിച്ച് ഓഫ് ആയി തുടങ്ങി. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ മൊത്തം സ്വിച്ച് ഓഫ്, എല്ലാം നോട്ട് റീച്ചബിൾ, സ്വിച്ച് ഓഫ്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ, ഒരു തട്ടിപ്പിനായ ഒരു വിദ്യാർത്ഥിയും ചില വിദ്യാർത്ഥിനിയുടെ സൗണ്ടും കൂടെയാണ് കേട്ടത്. അപ്പോൾ അവരിങ്ങനെ ഇതുപോലെ പരസ്യം കണ്ടുപോയി പൈസ അടച്ചു. തുടക്കത്തിൽ ഒരു 10,000, 10, 20,000 എത്ര കുട്ടികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ ഇവിടെ കാണാം. ഇൻസ്റ്റയിലൊക്കെ തുറന്നു നോക്കിയാൽ തന്നെ ഇത്ര കോഴ്സിന് ഇത്ര ഫീസ് എന്നൊക്കെ പറഞ്ഞു അവരെ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവർ വൻ ഫീസൊക്കെ അവർ പറയണേ. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും രീതിയിലൊക്കെയാണ്. ശരിക്കും ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഓൺലൈനിൻ്റെ കാലഘട്ടമാണല്ലോ, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ കാണുന്ന പരസ്യങ്ങളെല്ലാം നല്ല പരസ്യങ്ങളാവണമെന്നില്ല. അത് ശരിക്കും വിശദമായിട്ട് ഒന്ന് അന്വേഷിച്ച് പോയിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇവർക്ക് പലർക്കും അതാണ് പറ്റിപ്പോയത്. ഒരു നടൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അത് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വേണം ഇതിലേക്കൊക്കെ പോയി ഫീസ് അടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. സൈക്കോളജി അല്ല, മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചു നോക്കാം. ഈ സൈക്കോളജി കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്നത് ഓൺലൈനായിട്ടൊന്നും അത് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ചിലപ്പോൾ ഒരു വിധത്തിൽ കബളിക്കപ്പെട്ടു. ഗായത്രിയായിട്ടാണ് പോലും ആ ഒരു രീതിയിലും പറഞ്ഞിട്ടാണ് ഇവർ പോയത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലൊരു തട്ടിപ്പാണ്. ശരിക്കും വിശദമായിട്ടൊന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പലർക്കും ഒരു നടി വന്നു കഴിഞ്ഞു ഒന്ന് ചാടി കയറി അങ്ങ് ഫീസ് അടയ്ക്കാൻ പോയി. അതാണ് മെയിനായിട്ട് പറ്റിപ്പോയത്. ഇനി തുടർന്നും ഇതിനെക്കുറിച്ച് ശരിക്കൊരു വിശദീകരണം അത് ഗായത്രിയോട് തന്നിട്ടുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഇതിനെതിരെ താൻ മൂവ് ചെയ്തത്, എത്രത്തോളം പേര് പറ്റിപ്പെട്ടെന്നൊരു രീതിയോടെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗമുണ്ട്. അത് നമുക്ക് കണ്ടിട്ട് വന്ന് വരാം. ഒരു ഇനോഗ്രേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും PR ഏജൻസി വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാനും ഇതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇവരുടെ ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലും ബന്ധം ഇല്ല. എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല. ഇവര് എന്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഇനോഗ്രേഷൻ അവരെടുത്ത എന്റെ ഫോട്ടോ അവർ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കി, പല മാതാപിതാക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ച് പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു വിവരവുമില്ല. ഞാൻ ഇവരുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂസ് എൻ്റെ അടിയിലുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇനി സമയം ഒട്ടും തന്നെ കളയാതെ ലീഗലി തന്നെ മൂവ് ചെയ്യുക. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സമ്മതമില്ലാതെ ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഫേസ് യൂസ് ചെയ്തതിന് ഞാനും ലീഗലി തന്നെ മൂവ് ചെയ്തു. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ കണക്ക് കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി. 300ഓളം കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 10,000 രൂപ അഡ്വാൻസ് വെച്ച് ചോദിക്കുക. 300 എത്രയാണ്? ഒരു 30 ലക്ഷത്തിന് മേളിൽ പോയി കാണില്ലേ. 10,000 അഡ്വാൻസ് തന്നെ 30 ലക്ഷത്തിൻ്റെ അടുത്ത് വരും.
ഇനി അതിലും കൂടുതലും വരും. ഇനി ഫുൾ പേയ്മെൻ്റ് ആയിരിക്കും, എത്രയായിരിക്കും അവർ ലാഭം. എന്നിട്ട് അവർ തിരിച്ചത് അങ്ങനെ ഒരു സൈക്കോളജി അവർ ബാൻഡാണെന്ന് പറയുന്നത്. ഈ സാധനം പണ്ടേ ബാൻ ചെയ്തതാണ്. MA സൈക്കോളജി ഒന്നും അത് ഇല്ലീഗലായിട്ട് ഓൺലൈനായിട്ട് പഠിക്കേണ്ട കാര്യമല്ല, അതൊരു ബാൻ ചെയ്ത കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ഡിഗ്രിയൊക്കെ ഉണ്ട് കേട്ടോ, അത് PSC അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സർക്കാർ അംഗീകൃതമായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിശദമായി അന്വേഷിച്ചിട്ട് പോകണം. കേരള സംഘം എല്ലാ കേരള സർക്കാർ അംഗീകൃതമായിട്ടുള്ളതായിരിക്കില്ല, എങ്കിൽ പോലും ഒന്ന് ശരിക്കും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കാം. അധികം സാമ്പത്തികമാണ്. ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ തട്ടിപ്പുണ്ട്. അതിലായിട്ട് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളാണ് വിദ്യാഭ്യാസ തട്ടിപ്പ്. ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഡിഗ്രി അധികം +2 +1 ഒക്കെ അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളെ നോട്ടമിട്ടാണ് മെയിനായിട്ട് ഇവർ തുടങ്ങുന്നത്. അതിൽ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട, രീതി വേണ്ട എന്നാണ് ഉള്ള പാവപ്പെട്ടവൻ കൊണ്ടുപോയി തല വയ്ക്കും. അധികം പാവപ്പെട്ടവരൊക്കെ ആയിരിക്കും വലിയ പഠിക്കാൻ സാഹചര്യം കൊണ്ട് പഠിത്തം നിർത്തിയവരോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് തുടർ പഠനം നടത്താൻ സാധിക്കാത്തവരോ അല്ലെങ്കിൽ പഠനത്തിൽ അവർക്കും പുറകോട്ടായതുകൊണ്ടോ ചില വിഷയങ്ങളൊക്കെ തോറ്റുപോയുള്ളവരൊക്കെയാണ് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ആണ് ഈ മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. ലക്ഷങ്ങൾ സാലറി കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ രീതിയിൽ ജോലി കിട്ടും എന്നുള്ള കൊണ്ടാണ് തല വയ്ക്കുന്നത്. അപ്പോൾ ആ ഗായത്രി അരുൺ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ട് മൂവ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് പൂട്ടി കെട്ടണം. അല്ലെങ്കിൽ ഇതുപോലെ ആയിരം സാധനങ്ങൾ തുടങ്ങും. ഇപ്പോൾ മുക്കിൽ മൂലയിൽ പരസ്യം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ്, മെയിനായിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. ഇന്ന കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. അതൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണം കൊണ്ടുപോയി ഫീസൊക്കെ അടയ്ക്കാൻ. ഇനി അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ വീണ്ടും പറ്റിപ്പോവും. 300 പേരൊക്കെ എന്ന് നോക്കുമ്പോൾ ഒന്ന് കണക്കാലോചിച്ച് നോക്കി. ഗായത്രി അരുണിന് വലിയ റോളില്ല. കാരണം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഗായത്രി അരുണ് പ്രതിഫലം ഇങ്ങോട്ട് കിട്ടുകയാണ്. വേണമെങ്കിൽ ഗായത്രി അരുണ് അത് പറഞ്ഞു പോകാതെ എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഈ രീതിയിൽ കൈ കഴുകാമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ചോദിച്ചതെന്ന്. പക്ഷേ ഗായത്രി അരുണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. താൻ കാരണം അവരും പറ്റിപ്പെട്ടല്ലോ എന്നുള്ള മനോഭാവം ആ ദീപ്തി IPS ക്യാരക്ടർ ഉൾക്കൊള്ളിട്ടായിരിക്കണം അവരോട് കുട്ടികളോടൊപ്പം മുന്നോട്ട്. ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ വിശദമായിട്ട് വേണമെങ്കിൽ കൈ കഴുകി മാറാമായിരുന്നു. ഫിലാഹോസിനെ പോലെ എനിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞ് മാറാം. പക്ഷെ അവരോടൊപ്പം തന്നെ ഗായത്രി അരുൺ കൂടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗായത്രി അരുണിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് കൊടുക്കാനുള്ളത്. അത് തീർച്ചയായും സീരിയൽ കഥാപാത്രങ്ങൾ ഉറച്ച മനസ്സോടെ കൂടി ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നു. തീർച്ചയായിട്ടും അത് ലീഗലായിട്ട് മൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും പലർക്കും ഈ റീൽ ഇട്ടതിന് ശേഷം, ഇത് ന്യൂസിലൊക്കെ വന്നതിന് ശേഷം പലരും ചോദിക്കുന്നുണ്ട് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, അതിന് അഭിജിത്ത് തന്നെ പറയുന്നുണ്ട്, പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് കൊച്ചിയിൽ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും MA സൈക്കോളജിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും മറ്റുള്ളവർ പറയണ കേട്ട്, അതല്ല മറ്റുള്ള നടീനടന്മാരൊക്കെ പോയി പരസ്യങ്ങളൊക്കെ അഭിനയിച്ച് അതുപോലെ തന്നെ ആവാൻ നോക്കരുത്. പഴയ പണ്ടോട്ട ശീലമാണ് നടിമാർ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ, അതായത് നമ്മുടെ സ്വന്തം തൊപ്പി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ ആൾക്കാർ കൊണ്ട് പണം അടച്ചോ എന്നെനിക്കറിയില്ല. ഒരു വൈകിയൊരു ഉദ്ഘാടനം ചെയ്തിരുന്നു. അതുപോലെ അവിടെ കൊണ്ടുപോയി പണം അടച്ചോ, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് മുക്കിൽ മൂലയാണ്. അത് തട്ടിപ്പിനിരയായിട്ടുണ്ടോ, ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കും നടത്തിപ്പോണത്, എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലുമൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർ വിശദമായിട്ട് അന്വേഷിക്കുക, ഒന്ന് ചിന്തിക്കുക. പിന്നെ എടുക്കാൻ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം പോയി തല വെച്ചാൽ മതി. തനിക്കത് പ്രശ്നമല്ലാത്തത്. അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാതെ നമ്മൾ അതിന് അടയ്ക്കണ സമ്പാദ്യം വേണ്ടി നമുക്ക് ഏകദേശം ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കേണ്ടതെന്നൊന്നും പറയണില്ല. എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും വളരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ പോകാമുള്ളൂ. MA സൈക്കോളജി അതൊക്കെ ചിന്തിക്കാനുള്ളൊരു ബോധം ഇവർക്ക് ഉണ്ടായോ ഇല്ല, അത് ശരിയാണ്. MA സൈക്കോളജി ഒന്നും ശരിക്കും അത് പഠിപ്പിക്കില്ല. അതൊക്കെ ഇപ്പോൾ ഒരു തൊട്ട് തന്നെ അറിയണം. ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അത് ശരിക്കും ഓൺലൈനായിട്ട് പഠിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതൊക്കെ ശരീരം കീറിയൊക്കെ മുറിക്കും. അതുപോലെ മനസ്സിൻ്റെ കാര്യങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകണം. എൻ്റെ അനിയത്തിയാണ് സിസ്റ്ററാണ്, നേഴ്സിംഗ് പഠിച്ചാണ്. അപ്പോൾ ഇവരെയും ഒരു പ്രാക്ടീസിനായിട്ട് കൊണ്ടുപോകും. അത് പ്രാന്താശുപത്രി കൊടുക്കും, പിന്നെ സൈക്കോളജി കൊടുക്കും. ഓൺലൈനായിട്ടല്ല കൊടുക്കുന്നത്. നേഴ്സിംഗിലെ കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. സൈക്കോളജി ഓരോ രീതിയിൽ, അത് ഏത് രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അത് ഓൺലൈനിലൂടെ ഒരിക്കലും സാധ്യമല്ല. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പോയി തല വയ്ക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ